പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നയതന്ത്ര വിദഗ്ധർക്കിടയിലും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇറാൻ കഴിഞ്ഞാൽ അടുത്തത് തുർക്കിയാണോ എന്നാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയമായി തോന്നാം. കാരണം തുർക്കി ഒരു നാറ്റോ അംഗരാജ്യമാണ്, അമേരിക്കയുമായി സൈനിക സഖ്യമുള്ള രാജ്യം. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാന്റെ പ്രസ്താവനകളും വിരൽ ചൂണ്ടുന്നത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ്. എന്തുകൊണ്ടാണ് തുർക്കി ഇത്തരമൊരു ഭീതി പ്രകടിപ്പിക്കുന്നത്? തുർക്കിക്ക് നേരെ ഒരു നീക്കമുണ്ടായാൽ ഇസ്രായേൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ ചർച്ചകൾക്ക് ആധാരമായ ഏറ്റവും പുതിയ സംഭവം ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ്. ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ അതിൽ പലതും തുർക്കിയുടെ വ്യോമപരിധിയിലൂടെയാണ് കടന്നുപോയത്. അവിടെയാണ് തുർക്കിയുടെ ആശങ്ക. റഡാർ സ്റ്റേഷനുകൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ തുർക്കിയിലെ നാറ്റോ കേന്ദ്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കെണിയാണ്. തങ്ങളുടെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ ആകാശം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും തുർക്കിയും ഈ യുദ്ധത്തിന്റെ ഭാഗമായി മാറുന്നു. സ്വന്തം സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തങ്ങൾ വലിച്ചിഴക്കപ്പെടുകയാണോ എന്ന് തുർക്കി ഭയപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് എർദോഗാൻ ഈയിടെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ ഗസയിലോ ലെബനനിലോ അവസാനിക്കില്ലെന്നും അവരുടെ അടുത്ത ലക്ഷ്യം തുർക്കിയുടെ മണ്ണായിരിക്കും എന്നുമാണ്. ഇന്ന് ഗസയെ ആക്രമിക്കുന്നവർ നാളെ തുർക്കിയുടെ ഭാഗമായ അനറ്റോലിയ ദ്വീപിനെ ലക്ഷ്യം വെക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കുർദിഷ് പ്രശ്നവും. ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയും അവിടെ ഭരണം അസ്ഥിരപ്പെടുകയും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുക തുർക്കിയായിരിക്കും. ഇറാനിൽ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അത് തുർക്കിയിലെ കുർദിഷ് വിഭാഗങ്ങളെയും പ്രത്യേക രാജ്യമെന്ന ആവശ്യവുമായി പ്രക്ഷോഭങ്ങൾക്ക് പ്രേരിപ്പിക്കും. ഇത് തുർക്കിയുടെ അഖണ്ഡതയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ തുർക്കി ഭയന്ന് മാറി നിൽക്കുമെന്ന് കരുതാനാകില്ല എന്നാണ് വിവരങ്ങൾ. ഇസ്രായേലിന് ശക്തമായ വെല്ലുവിളികൾ ഉയർത്താൻ ശേഷിയുള്ള ഒരു രാജ്യം കൂടിയാണ് തുർക്കി. അത് പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന്, അവരുടെ സൈനിക ശക്തിയാണ്. മേഖലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നാറ്റോ സൈന്യം തുർക്കിയുടേതാണ്. ലോക പ്രശസ്തമായ ബൈറക്താർ ഡ്രോണുകളും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും തുർക്കിക്കുണ്ട്. ഒരു നേരിട്ടുള്ള സൈനിക നീക്കത്തിലൂടെ ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികം നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ തുർക്കിക്ക് സാധിക്കും. തുർക്കിയുടെ പക്കലുള്ള രണ്ടാമത്തെ തിരിച്ചടി തന്ത്രം സാമ്പത്തിക ഉപരോധമാണ്. ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധങ്ങൾ തുർക്കി ഇതിനോടകം തന്നെ കർശനമായി നിയന്ത്രിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കവും വ്യോമപാതയും തടയുന്നത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലാണ്. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും വലിയ ശബ്ദമുയർത്തുന്നത് തുർക്കിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനും തുർക്കി തീരുമാനിച്ചാൽ ആ നിലപാടുകൾക്ക് വലിയ സ്വാധീനം ലഭിക്കും. തുർക്കിക്കെതിരെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനു പിന്നിൽ അമേരിക്കയുടെ കൈകൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അമേരിക്കയും തുർക്കിയും നാറ്റോ സഖ്യകക്ഷികളാണെങ്കിലും പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ കടുത്ത ഭിന്നതയുണ്ട്. പ്രത്യേകിച്ചും സിറിയയിലെ കുർദിഷ് പോരാളികളെ അമേരിക്ക സഹായിക്കുന്നത് തുർക്കിയെ ചൊടിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയുടെ മാപ്പ് പുനർനിർമ്മിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുമ്പോൾ അതിൽ തുർക്കിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഇറാൻ കഴിഞ്ഞാൽ തങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് തുർക്കി സംശയിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ പുകയുന്ന ഈ തീ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, അത് മേഖലയിലെ വൻ ശക്തികളെല്ലാം ഉൾപ്പെടുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ പതനം തുർക്കിയുടെ കൂടി സുരക്ഷാ കവചം തകർക്കുമോ, അതോ തുർക്കി പുതിയൊരു പ്രതിരോധം തീർക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ഇതിൽ നിർണായകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ.